Hello, assalamualaikum, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ വലിയൊരു വെഡ്ഡിംഗ് കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും വലിയ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരുപാട് ടെൻഷൻ അടുപ്പിച്ച കേക്കാണ്. ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും വലിയൊരു ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും അതുപോലെ അതിന് ഇതിൻ്റെ പാക്കിങ്ങിൽ സംഭവിച്ചിട്ടുള്ള ഫോൾട്ടുകളും അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ഫ്ലേവർ പ്രത്യേക ഇത് വേണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ചോക്ലേറ്റ് കേക്കും അതുപോലെ വാനില കേക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പകുതി ബാറ്റർ വെച്ചിട്ട് ചോക്ലേറ്റ് കേക്കും പകുതി ബാറ്റർ വെച്ചിട്ട് വാനില കേക്കുമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോൾഡ് എടുത്തിട്ടുള്ളത് 10 ഇഞ്ച് 8 ഇഞ്ച് 6 ഇഞ്ച് 4.5 ഇഞ്ച് ആ രീതിയിലാണ് മോൾഡ് എടുത്തിട്ടുള്ളത്. 4 ടയർ അല്ലേ, അപ്പോൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. 10, 8, 6, 4.5 ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബാറ്ററും 4 കിലോ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ആക്കിയിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യം ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം വാനില സ്പോഞ്ച് 4 കിലോയുടെ ബാറ്റർ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് അങ്ങനെ 4 മോൾഡിലും ആക്കിയിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ലെയറാക്കി എടുക്കുകയാണ്. അതിനുശേഷമാണ് ഐസിങ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ലെയറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ പുതിയ ബേസാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ സൈഡ് കണ്ടോ, അത് ഞാൻ കുറേ വാങ്ങി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഡാമേജ് ആയത് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ടയർ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലായാലും ഇത് ഡെലിവറി ചെയ്യാനുള്ളതല്ലോ. അപ്പോൾ ഇതെന്തായാലും ഇനി ഡെലിവറി ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റില്ല. ഈ ഒരു ബേസ് അത് നാശമായി പോയതാണ് കേട്ടോ, വാങ്ങി വെച്ചിട്ട് അങ്ങനെ നാശമായി പോയതാണ്. അപ്പോൾ ഒരുപാട് വാങ്ങി വെക്കാതിരിക്കുകയാണ് നല്ലതുകൊണ്ടാണ് ഞാൻ അതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഐസിങ് ചെയ്ത് എടുക്കുന്നത് ഏറ്റവും ചെറിയ കേക്ക്, നമ്മൾ 4.5 ഇഞ്ച് മോൾഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ, അതാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത് ഒരു വാഞ്ചോ കേക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വാഞ്ചോ മോഡലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആദ്യം വാനില ലെയർ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് വാഞ്ചോൻ്റെ പോലെ മിക്സ് ചെയ്തിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പൊക്കെ വറ്റിയതിന് ശേഷം അടുത്തതായിട്ട് വാനില ലെയർ വെച്ച് കൊടുക്കുക. ആ രീതിയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഇത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റിൻ്റെയും അതുപോലെ എന്താ പറയുക ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും ആ ഒരു റേറ്റിലാണ് കേട്ടോ ഈ ഒരു കേക്ക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതാ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. വാഞ്ചോൻ്റെ രീതിയിലാണ് നമ്മൾ റേറ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത റേറ്റിലേറെ കൂടുതൽ വരും. അപ്പോൾ ഞാൻ വാഞ്ചോ അല്ല എടുത്തിട്ടുള്ളത്, വൈറ്റ് ഫോറസ്റ്റിൻ്റെയും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും രീതിയിലാണ്. പിന്നെ നമ്മൾ നല്ല വെയിറ്റുള്ള കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണ ബേസ് എടുക്കരുത്. ഇതുപോലത്തെ ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് കട്ടിയിലുള്ള ബേസാണ്, അതിൻ്റെ ഉള്ളിൽ തെർമോക്കോളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഏറ്റവും താഴത്തെ ലെയർ വെക്കേണ്ടത്. അങ്ങനെ ഓരോ അപ്പം ഫസ്റ്റ് 10 ഇഞ്ചിൻ്റെ മോൾഡിൽ ചെയ്തെടുത്തിട്ടുള്ള ആ കേക്ക് ഉണ്ടല്ലോ, അത് ആ ഒരു കേക്ക് ബേസിൽ വെച്ചിട്ടാണ് നമുക്ക് ഐസിങ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള കേക്ക്സൊക്കെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ മറ്റേ കേക്കൊക്കെ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കേക്കും ക്രം കോട്ടിങ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഓരോന്ന് എടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ക്രം കോട്ടിങ് ആദ്യം ചെയ്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞു, ഇനി അടുത്തത് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഐസിങ് ചെയ്തിട്ടെടുക്കാം. വല്ലാണ്ട് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു കേക്കിൽ ഫുൾ വൈറ്റിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡിസൈനിങ്ങിന് മാത്രം കുറച്ച് റെഡ് കളറൊക്കെ ചേർത്തിട്ടൊന്ന് ഡിസൈൻ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അധികം വൈറ്റിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫൈൻ ഫ്രോസ്റ്റിങ്ങും വൈറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാ കേക്കിൻ്റെയും ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഡെക്കറേഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്രീമിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത് വെക്കുന്ന ആ ഒരു കേക്കിലേക്ക് ഇതുപോലത്തെ ഡിസൈൻ വരച്ച് കൊടുക്കണം. മുന്നേ ഇതുപോലെ ഡിസൈനൊക്കെ വെച്ചിട്ട് കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയിലുള്ളൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഇത് ഈ ഒരു കേക്കിന് ചുറ്റും അങ്ങനെ വരച്ച് കൊടുക്കുക. കുറച്ച് സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. കുറേശ്ശെ ചെറിയതായിട്ടല്ലേ വരക്കുന്നത്, അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാനത് അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഫിനിഷ് ആക്കി എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ മുകളിൽ കേക്കൊക്കെ വെക്കാനുള്ളതല്ലേ.
അപ്പോൾ ഇത് ഏറ്റവും താഴത്തെ ലെയർ നമ്മൾ 10 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള ലെയറാണ്. നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് നന്നാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഡെലിവറി ചെയ്യാൻ സമയത്താണ് ഞാനിത് ടയറാക്കി വെക്കുന്നത് കേട്ടോ, അല്ലാണ്ട് ഫ്രിഡ്ജിൽ കൊള്ളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറി ചെയ്യാൻ സമയത്താണ് ഞാനിത് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലത്തെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് നളന്നെടുത്തിട്ട് ആ ഒരു കേക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിക്ക് മുറിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്. നല്ല ഹൈറ്റ് ഉണ്ട് ഇത്, 2 കേക്ക് ഒരുമിച്ചല്ലേ ഓരോ തട്ടിലും വരുന്നത്. അപ്പോൾ നല്ല ഹൈറ്റുള്ള കേക്കാണ്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് നന്നായിട്ട് സെക്യൂറാക്കി കൊടുക്കണം. അപ്പോൾ 4 സ്റ്റിക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കേക്ക് വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡെലിവറി ചെയ്യാൻ സമയത്ത് കൊണ്ടുപോകാൻ ടൈമിലാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അതിന് മുന്നേ തന്നെ ചെയ്ത് വെച്ചാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് കേക്ക് നന്നായിട്ട് സെറ്റാക്കി എടുത്ത ശേഷം ഇങ്ങനെ വെക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഷുഗർ സിറപ്പൊന്ന് വെറ്റ് ചെയ്തെടുത്ത് കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പ്രോബ്ലം വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ഇങ്ങനെ 2 ലെയർ ആക്കിയിട്ട് 2 ബോക്സിലാക്കി കൊണ്ടുപോവുക. ഇതിപ്പോൾ 2 ലെയർ ആക്കി, എന്നിട്ട് മുകളിലുള്ള 2 ലെയറും വേറെ ബോക്സിലും ആക്കി കൊണ്ടുപോകുമായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. എനിക്കങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട്. പക്ഷേ അതിനൊരുപാട് കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ സൈഡൊക്കെ ഒന്നിങ്ങനെ ക്ലീൻ ചെയ്ത് 2ാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്നിങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല വെയിറ്റുള്ള കേക്ക് ആകുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ എവിടേക്കാണോ ഡെലിവറി ചെയ്യാനുള്ളത് ആ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. അടുത്ത തട്ടും വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് സ്ക്യൂറൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. നന്നായിട്ട് തന്നെ സെക്യൂർ ആക്കി കൊടുക്കണം കേട്ടോ ഇതുപോലത്തെ കേക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് 4 സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നല്ല കട്ടിയുള്ള സ്റ്റിക്ക് വെച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, ഇത്രയും വലിയ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത് മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത തട്ട് കേക്കും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അടുത്തുള്ള സ്ഥലത്ത്, വളരെ തൊട്ടടുത്തുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ മാത്രം ഇതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ പോയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റേത് കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ട് ഫോൾട്ടുകളൊക്കെ നമ്മുടെ ഈ ഒരു കേക്കിന് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിന് പറ്റിയിട്ടുള്ള ബോക്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആവില്ല. അതുപോലെ തന്നെ അത് ബാലൻസ് കിട്ടില്ല ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ. അപ്പോൾ അത് കാറിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ റിസ്ക്കാണ്. അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ വരുമ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. അങ്ങനെ അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്, സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലും വീണ്ടും ഇതുപോലെ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തു. അതിന് ശേഷം അടുത്ത തട്ട്, 4ാമത്തെ തട്ടും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ എന്താ പറയുക, നല്ല ഹൈറ്റ് ഉള്ളതല്ലേ, അപ്പോൾ ഇങ്ങനെ ബാലൻസ് കിട്ടൂലേ എന്നൊക്കെയുള്ളൊരു പേടിയായിരുന്നു. ഇപ്പം ഞാനിതാ നല്ല കട്ടിയുള്ളൊരു സ്റ്റിക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ അങ്ങ് വെച്ച് കൊടുക്കണം. ഇതുവരെ വെച്ച സ്റ്റിക്കിനെ പോലെയല്ല, ഇത് നല്ല കട്ടിയുള്ളൊരു സ്റ്റിക്കാണ്. അപ്പോൾ അത് സെൻറ്ററിലൂടെ ഇറക്കി വെച്ചിട്ട് അതിന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും ലോങ് പോയതുകൊണ്ടും അത് മറിഞ്ഞ് വീഴാഞ്ഞത് കേട്ടോ. ഇത്രയും കട്ടിയുള്ള സ്റ്റിക്കും അതുപോലെ അതിൻ്റെ സെൻറ്ററിലൊക്കെ ഞാൻ സ്റ്റിക്കൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ അത്രയും കട്ടി ഉണ്ടായിട്ടാണ് അങ്ങനെ മറിഞ്ഞ് വീഴാത്തത്. അപ്പോൾ ഇത്രയും നല്ലതായിട്ട് സെക്യൂർ ആക്കിയിട്ട് തന്നെ കൊണ്ട് ഡെലിവറി ചെയ്യണം. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് റിബൺ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, റെഡ് റിബൺ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, റിബണൊക്കെ വെച്ച് കൊടുത്തിട്ട്. പിന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ മെറൂണും ലൈറ്റ് യെല്ലോ കളറുമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ ഡ്രസ്സിൻ്റെ, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഡ്രസ്സിൻ്റെ കളർ അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലാണ് ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ലൈറ്റ് യെല്ലോയും അതുപോലെ മെറൂൺ കളറുള്ള ഫ്ലവേഴ്സൊക്കെയാണ്. അപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ സൈഡിലും അതുപോലെ നമുക്ക് എവിടേക്കാണോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
മുകളിൽ 2 ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, വലിയ ഫ്ലവർ. പിന്നെ താഴത്തെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ചെറിയ കുഞ്ഞു യെല്ലോ ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണിത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും താഴത്തെ തട്ടിൽ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു യെല്ലോ കളറും മെറൂൺ കളറും ഉള്ള കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഏറ്റവും താഴത്തെ തട്ടിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അത് ഫ്ലവറൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫോണ്ടൻ വർക്ക്സൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോണ്ടൻറ്റിൽ ചെയ്തിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ മുകൾ ഭാഗത്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു റെഡ് ക്രീം കുറച്ച് ബാക്കിയുള്ളത് വെച്ചിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ സ്പ്രിങ്കിൾസ് എല്ലായിടത്തും ഒന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങളിൽ മാത്രം സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കേക്ക് ഡെക്കറേഷൻസ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 8 കിലോനല്ല. അപ്പോൾ ഞാൻ 1 കിലോയ്ക്ക് 500 വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 8 കിലോന് കേക്ക് റേറ്റ് മാത്രം വരുന്നത് 4000 രൂപയാണ്. പിന്നെ അതിൻ്റെ എക്സ്ട്രാ ചാർജസ് അഥവാ നമ്മുടെ ഡെക്കറേഷൻസിന് സ്പ്രിങ്കിൾസ്, അതുപോലെ ഫോണ്ടൻ്റ്, പിന്നെ ടയർ ചാർജ്, ഫ്ലവർ ചാർജ് എല്ലാം അടക്കം 1000 രൂപ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 5000 രൂപയുടെ കേക്കാണ്. 5000 രൂപയാണ് ഈ ഒരു കേക്കിന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഡെലിവറി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ബോക്സും നമുക്ക് അവൈലബിൾ ആവില്ല. അപ്പോൾ എൻ്റെ ബ്രദർ ഇതുപോലെ ഒരു ബോക്സൊക്കെ ഉണ്ടാക്കി 2 ബോക്സൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അവനും അവൻ്റെ ഫ്രണ്ടും കൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം മെല്ലെ വെയിറ്റ് താങ്ങി മെല്ലെ എടുത്തിട്ട് കാറിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ബോക്സിലേക്ക് ഇതുപോലെ കൊണ്ടുപോയി വെക്കാണ്ട് ചെയ്യണത്. പക്ഷേ ബോക്സ് പിന്നെ അബദ്ധമായി എന്ന് തോന്നി. ബോക്സ് വെക്കുന്ന സമയത്ത് നമ്മളത് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ബോക്സിലേക്കൊക്കെ കേക്ക് തട്ടുക അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ബോക്സ് പിന്നെ ഒഴിവാക്കിയിട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ബോക്സ് ഇല്ലാതെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതുപോലത്തെ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ എന്തായാലും 2 തട്ടാക്കി കൊണ്ടുപോയിട്ട് എവിടെ നിന്നാണോ നമ്മളെ പ്രോഗ്രാം അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇതുപോലത്തെ കേക്ക് എനിക്ക് അനുഭവിച്ചിട്ടുള്ള പാടാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് റിസ്ക്കാണ്. കൊണ്ടുപോകുന്നവർക്കും അത് എന്താ പറയുക, അവിടെ എത്തുമ്പോഴേക്ക് കേക്ക് നന്നായിട്ട് കിട്ടുമോ അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് നന്നായിട്ട് റിസ്ക് തന്നെയാണ്. പിന്നെ കേക്ക് അവിടെ എത്തിയപ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു.